പല വ്ളോഗേഴ്സും ഭയങ്കരമായി വളരുകയും പിന്നീട് ഭയങ്കരമായി കീപ്പോട്ട് വീഴുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നാസ് ഡെയിലി. നാസ് ഡെയിലിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു വ്ളോഗർ വളരുന്നതും എങ്ങനെയാണ് തളരുന്നതും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കേസ് നമുക്ക് നോക്കാം. വ്ളോഗിങ് ഒരു സാധാരണ ജോലിയുമായി എന്താണ് വ്യത്യാസമെന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു ദിവസത്തിന് അവസാനം അവന് ഒരു കൂലിയോ എന്തെങ്കിലും കിട്ടുന്നു. അതിൻ്റെ മേലോട്ട് വലിയ റെക്കഗ്നിഷനോ കാര്യങ്ങളോ പബ്ലിസിറ്റിയോ ഒന്നും അവർക്ക് ലഭിക്കാറില്ല. പക്ഷേ വ്ളോഗിങ് അല്ലെങ്കിൽ വേറെ സിനിമ ഫീൽഡ് ഇങ്ങനെയുള്ളിടത്തെന്ന് പറഞ്ഞാൽ ജോലിക്കും അതിൻ്റെ വേതനത്തിനും പുറമെ വളരെ അംഗീകാരവും പബ്ലിസിറ്റിയും ഫാൻ ബേസും എല്ലാം ലഭിക്കും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പലർക്കും ഇതിൽ തലക്കനമൊക്കെ വരും, അഹങ്കാരം വരും, വീണ്ടും വിചാരം ഇല്ലാതെ വരും. അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസരത്തിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിലോട്ടൊക്കെ ആകും. പലർക്കും അളവിൽ കൂടുതൽ അംഗീകാരങ്ങളും മറ്റും ലഭിക്കുമ്പം എന്തും പറയാം, എന്തും ചെയ്യാമെന്നൊരു അവസ്ഥയെത്തും. അത് നമ്മുടെ ഈ നാട്ടിലും പല വ്ളോഗേഴ്സ്, ഇപ്പം ഫുഡ് വ്ളോഗേഴ്സിനെ എടുക്കുകയാണെങ്കിൽ പലരും ചില നാടുകളെ തള്ളിപ്പറഞ്ഞും ചില ഫുഡുകളെ തള്ളിപ്പറഞ്ഞും അല്ലെങ്കിൽ ഒരു നല്ല ഫുഡ് ആണെന്ന് പറഞ്ഞ് മോശം ഫുഡൊക്കെ പ്രൊമോട്ടൊക്കെ ചെയ്തൊക്കെ അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു അവരുടെ വ്ളോഗിങ്ങുമായിട്ടുള്ള ജെനുവിനിറ്റി പോവുകയാണ്. അങ്ങനെയാണ് ഈ പതനത്തിലോട്ടൊക്കെ വരുന്നത്. ഇപ്പം നാസിലും എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വളരെ നല്ല ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മണി ലോണ്ടറിങ് ചെയ്യുന്നതും വേറെ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നവരെ വന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ബേസിക് റിസർച്ച് പോലും ഇല്ലാതെ ആര് എന്ത് പണം കൊടുത്താലും അവരെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലോട്ടെത്തി. അതായത് ഒരു അത്യാഗ്രഹം, പണത്തിനോടുള്ള ഒരു അത്യാഗ്രഹവും കാര്യങ്ങളും ഒക്കെ വന്നപ്പം പുള്ളിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് വിട്ടതാണ്. അതുകൊണ്ടാണ് നാസിന് ഇങ്ങനെ സംഭവിച്ചത്. ഈ ഒരു 2 കേസസ് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് കേൾക്കുമ്പം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ കൂടാതെ പുള്ളി ഒരു NGO ലെവൽ ആക്ടിവിറ്റീസ്, അതായത് നോൺ ഗവൺമെൻറ് സെൽഫ് ഹെൽപ്പ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഈ ഫാമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഈ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ പല വീഡിയോസും ചെയ്യും. എന്നിട്ട് പുള്ളി നാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഇവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, മറ്റേതുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ ജോയിൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് വേറൊരു റീസൺ. പിന്നെ ഇതുപോലെ പല റീസൺസ് ഉണ്ട്. അപ്പം ആൾക്കാർ കൂടുതലും ഈ ഇഷ്ടപ്പെടുന്നതിലും കൂടുതൽ ഇയാളെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോട്ട് വന്നുണ്ടോ? നമ്മൾ വ്ളോഗിങ്ങിലൊക്കെ വളർന്നു വരുമ്പോഴത്തേക്കും പല പ്രോഡക്ട്സും സർവീസസും സെല്ല് ചെയ്യുന്നവർ അവരുടെ പ്രോഡക്ട്സും സർവീസസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യും. അപ്പം ഒരു മാനദണ്ഡവും ഇല്ലാതെ പണം വാങ്ങി എന്തും പ്രൊമോട്ട് ചെയ്യാവുന്നൊരു ധൈര്യം വരുന്നത് അത് വളരെ മോശം അവസ്ഥയാണ്. അങ്ങനെ ചെയ്യുന്ന പലരും ഉണ്ട് കേരളത്തിൽ. അപ്പം അവർ കുറച്ച് നാൾ അതൊക്കെ ബെനിഫിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചടി കിട്ടും. തിരിച്ചടി കിട്ടുമ്പോഴാണ് അവർ തകർന്ന് നശിച്ചു പോകുന്നത്. ചിലപ്പോൾ ഈ തകർച്ച ഒരു ഒറ്റ ദിവസത്തിൽ വരത്തില്ല. പതുക്കെ 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 തളർന്ന ഒരു തളർച്ചയായിരിക്കും അവർക്ക് വരുന്നത്. അത് ചിലപ്പോൾ ഇത് കാണുന്ന ചില വ്ളോഗേഴ്സ് തന്നെ ചിന്തിക്കാം, ഓക്കെ, അയ്യോ ഞാനും ഇത് ചെയ്തതല്ലേ, എനിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ എന്ന് തോന്നാം. അപ്പം നമ്മൾ നമ്മുടേതായ ഓരോ ബേസിക് പ്രിൻസിപ്പിൾസ് വെക്കുക. ഈ വരുമാനം അല്ലെ ഇതിൽ നിന്ന് പണം ഉണ്ടാക്കുക, അത് ഭയങ്കര കോറായിട്ട് വെക്കുന്ന ഇതിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങൾ വരും. ഞാനിപ്പോൾ തന്നെ പല വ്യൂവേഴ്സും ഞാൻ നോക്കുന്നത് പോയി ക്ലിക്ക് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പെട്ടെന്ന് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, പെട്ടെന്ന് എങ്ങനെ സബ്സ്ക്രൈബർ കൂട്ടാം, വ്യൂവേഴ്സ് കൂട്ടാം. അപ്പം എല്ലാവരുടെയും ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് എങ്ങനെ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് എൻജോയ് ചെയ്ത് ചെയ്യില്ല. അപ്പം ഈ പണത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു മോഡലിൽ
എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അല്ലാതെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാവുമ്പോൾ നമുക്ക് വേണ്ടതല്ലാതെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ യൂട്യൂബ് 1 മാസത്തിൽ എങ്ങനെ വളർത്താം, 2 മാസത്തിൽ എങ്ങനെ വളർത്താം, 10 ദിവസത്തിൽ എങ്ങനെ വളർത്താം, വളർത്താൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ അതിലും നല്ലത് 1 1.5 വർഷത്തിലോ 3 വർഷത്തിലൊക്കെ പതുക്കെ വളർന്നു വരുന്നതാണ് ദൃഢമായിട്ട് വളർന്നു വരുന്നത്. വളരെ സ്ട്രോങ് ആയിരിക്കും. അത് അങ്ങനെ ഇങ്ങനെയൊന്നും നശിച്ചു പോകത്തില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിവുകളോ ഒക്കെ കാണും, അതുമായി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട വ്ളോഗിങ് കാര്യങ്ങളും ചെയ്യുമ്പം നിങ്ങളുടെ ജോലിയിലും നിങ്ങൾ വളരും, വ്ളോഗിങ്ങിലും വളരും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കാലത്ത് ഇതിൽ നിന്ന് ബെനിഫിറ്റ്സ് മോണിറ്റൈസേഷനായിട്ടും ഓഡിയൻസായിട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എന്തും ചെയ്ത് എങ്ങനെയും വളരാം, എങ്ങനെയും വ്യൂവേഴ്സ് ഉണ്ടാക്കാം, ആ ഒരു ചിന്താഗതി ശരിയല്ല. കുറച്ച് നാളൊക്കെ അത് വർക്ക് ചെയ്യും. അപ്പം അത് ഈ വലിയ കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നാസിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്.